ഈ സാരി തന്നെ മതി. ഇത് തന്നെ മതി ശരിക്കും. ഓ ആളിയാ അല്ല നിങ്ങൾ എന്താ മിണ്ടാതെ പറയാതെ ഇറങ്ങി പോണേ? എന്താണ് കല്യാണത്തിന്? ആരുടെ കല്യാണത്തിന്? അത് കുഴിപ്പണത്തെ അമ്മ കല്യാണത്തിന് പോകുന്ന കാര്യം അത് പറഞ്ഞതാ. കുഴപ്പമുള്ള അമ്മൂമ്മ കല്യാണത്തിന് പോണ കാര്യം പറഞ്ഞു ഞങ്ങളെ. ശരിക്കുള്ള കല്യാണോ? ആഹാ, നീங்க കല്യാണத்துக்கு പോறீங்களா? അല്ല ഇപ്പൊ കുഴിപ്പുളത്തല്ലേ പോണേ? അത് അവൾ ഓരോന്നൊക്കെ ചുമ്മാ കേട്ടിട്ട് പറയുന്നതാടാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുഴിപ്പളത്തെ അമ്മ കല്യാണത്തിന് പോകുന്ന കാര്യം. അപ്പൊ അതൊക്കെ കേട്ടൊന്നും മനസ്സിലാവാതെ മനസ്സിലായതൊക്കെ കൂടെ ചേർത്ത് പറയണതാ. അല്ല, ഞങ്ങൾ കല്യാണത്തിന് പോവാ. ഈ പെട്ടിയില്ലേ അമ്മയുടെ സാരിയാ, ഹസ്ബൻഡിന്റെ ഷർട്ടും അല്ലേ അച്ഛാ? ആണെന്ന് പറ അച്ഛാ. അമ്മ പറ. അത് ഞാൻ വെറുതെ എടുത്തു വെച്ചതാ. ഇൻ കേസ് അവിടെ പോകുമ്പോഴത്തേക്കും കുഴിപ്പളത്തെ അമ്മ ഞങ്ങളുടെ അടുത്തും കൂടെ കല്യാണത്തിന് വാ എന്ന് വിളിച്ചാൽ ചിലപ്പോ പോണ്ട വരുമല്ലോ. കുഴിപ്പുള്ളത്തെ അമ്മ കല്യാണത്തിന്? മക്കളെ ഇങ്ങ് വാടാ ചക്കരെ. മക്കള് എവിടെ പോണെന്നാ പറഞ്ഞേ? കല്യാണത്തിന്. ആ കാര്യം അച്ഛനും അമ്മയും എല്ലാം സംസാരിക്കുന്ന മക്കള് കേട്ടായിരുന്നോ? ആരാ അത് മെയിൻ ആയിട്ട് സംസാരിച്ചേ? അച്ഛൻ പാവാ. അമ്മ അച്ഛനെ പേടിപ്പിച്ച് എങ്ങനെ സമ്മതിച്ചു? ഓഹോ, പേടിപ്പിച്ച് സമ്മതിപ്പിച്ച്. മക്കളെ അളയാ കൊള്ളാം കേട്ടാ. പോട്ട് അളയനെ ഞാനൊന്നും പറയാനില്ല. ചേച്ചി കൊള്ളാം കേട്ടോ. നൈസിൽ തേച്ചിട്ടങ്ങ് പോവായിരുന്നല്ലേ? തേച്ചതൊന്നും അല്ലടാ. നീ മിണ്ടായിരിക്കുന്നുണ്ടോ കല്ല് കുറച്ചു നേരം? ഇല്ല. ഓ അതാണ് കൊച്ച്. എന്താ നീ അവളെ താഴെ എത്തി. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. മക്കളെ ഒന്ന് താഴെ ഇറങ്ങടാ. പറ. അത് കേശു എടാ, നിന്നെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലടാ. പിരിവിങ്ങ തരട്ടെ ഞാൻ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എടാ എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങൾ ഇന്നേ വരെ 3 പേര് ഒരുമിച്ച് ഒരു പരിപാടി പോലും അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ ഞങ്ങൾക്കൊരു ആഗ്രഹം കാണൂലടാ, കുറച്ച് ഞങ്ങളുടേതായ ടൈം, ആ ഒരു മൊമെന്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അല്ലാതെ നിങ്ങളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതൊന്നുമല്ല. നിങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുവോ? എടാ ഇച്ചിരി സെൽഫിഷ്നെസ്, ഇച്ചിരി അഹങ്കാരം, ഇച്ചിരി കുശുമ്പ് പുന്നായ്മ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ വെറും പാവാ. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക. അതിന് എന്തിനാ മോളെ കള്ളം പറഞ്ഞിട്ട് പോന്നെ? നിങ്ങൾക്ക് 3 പേർ കൂടെ അങ്ങ് പോയാ പോരെ? എൻ്റെ അമ്മൂമ്മ, ഞാൻ ഇവിടെ എത്രയോ തവണ സത്യം പറഞ്ഞിട്ട് പോവാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പാളിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കള്ളം പറഞ്ഞത്. അല്ലാതെ அம்மா அவ சொன்னது ரொம்ப கரெக்ட் தானே. எப்போ நினைப்பா அதெல்லாம் நடக்காதுல்ல. அவங்க 3 பேருமா சேர்ந்து போயிட்டு வரட்டும், அதான் சந்தோஷம். അതൊക്കെ ശരി. നിങ്ങൾ 3 പേരായിട്ടൊക്കെ പൊക്കോ. പക്ഷെ ഈ വശത്തിലാ പോണ്. ഞങ്ങൾ ഇവിടുന്ന് കുഴിപ്പളത്ത് പോയിട്ട് അവിടുന്ന് സാരിയൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് പോവാനായിരുന്നു പ്ലാൻ. ചേച്ചി, ഇവിടുന്ന് തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചു പോ. സിദ്ധോളയും വരാത്ത കാരണം കൊണ്ട് എല്ലാരും കളിയാക്കിയതല്ലേ. ചേച്ചി ഒന്ന് പോയി ഷൈൻ ചെയ്. അല്ല ശരിക്കും ഇത് എന്റെ കുടുംബം തന്നെയാണോ? ഇത്രയും നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കുടുംബം വേറെ എവിടെ കാണും ചേച്ചി? അതെ അതെ. നീ ഏത് സാരി ഉടുക്കണ? ആ ഒരു ഏതോ ഒരു സാരി ഒന്നെടുത്ത് വെച്ചിട്ടുണ്ടോ? കാണിച്ചാടേ. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക് അമ്മായി. എടുത്ത് കാണിച്ചാടേ ഏത് സാരി നോക്കട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ സാരി ഇതാണ്. லிச்சு நல்லா இருக்கு. എന്തൊരു നല്ല ഇറക്കണം. അത്ര പോരല്ലേ? പോരാ. ഓക്കെ, ഒരു കാര്യം ഉടഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു മഴി ചവിട്ടിക്കുട്ടി അവിടെ കൊണ്ടു വെച്ചേക്കുന്ന പോലെ. തേക്കാത്തത്. എടാ ഈ സാരി എടുക്കണ്ട. ഞാൻ എന്റെ വേറെ സാരി ഉണ്ട്. ആ സാരി ഞാൻ നിനക്ക് തരാം. അളയാ, അളയന്റെ ഷർട്ടും മുണ്ടും ഇവിടെ ഇങ്ങോട്ട്. സാധനം ഇവിടെ പെട്ടിയോടെ തൂക്ക്. അതായിട്ട് എടുക്കണ്ട, പെട്ടിയോടെ തൂക്ക് ഇങ്ങോട്ട്. എന്നാ നോക്കിയോ, അളിയന്റെ ഷർട്ടും മുണ്ടും ഈ അളിയൻ അളിയന് വേണ്ടി തേച്ചേരി. എന്റെ സാരി. വേറെ സാരി എടുത്തോണ്ട് വരാം.
ഒരുങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങില്ല. ആര് ചോദിച്ചു ഇതൊക്കെ? അമ്മൂമ്മ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് ഒരുങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉറങ്ങാൻ അല്ല. പറഞ്ഞ പോലെ കുറെ നേരം ആയല്ലോ കേറിയിട്ട്. டேய் இப்படியே அவங்க ஒருங்கிட்டு இருந்துனா அங்க கல்யாணம் முடிஞ்சு சாப்பாடும் சாப்பிட்டு அவங்க வீட்லயே போயிருப்பாங்கடா. ഞാൻ വിളിക്കട്ടെ? கூப்பிடாத, அவங்க ட்ரெஸ் செஞ்சுட்டு இருக்காங்க, நம்ம டிஸ்டர்பே செய்யக்கூடாது. அப்படி வாரு லெச்சு. ആന്റി അല്ലേ ഇപ്പൊ പറഞ്ഞേ? சொன்ன தெரியாதரமா கூப்பிட்டேன். എന്ത് കൊള്ളാവോ? ആ കൊള്ളാം, സൂപ്പർ. എവിടെ മക്കളാ? അച്ഛനും അമ്മയൊക്കെ എവിടെ? അവിടെ വരും. ആണോ? വിളി നോക്കട്ടെ വരണം. ഓ വരുന്ന പോണി എപ്പടി ഇருக்கு? അടിപൊളിയായിട്ടുണ്ട്. നല്ല സാരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഈ സാരി നീ ഉടുത്ത അടിപൊളിയായിരിക്കും. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി. லெச்சு ரொம்ப அழகா இருக்க. ஆனா ஒரு நிமிஷம் இப்ப வர. അതായത് പോയതോ? ഇനി വല്ല മഞ്ഞളും കൊണ്ട് മോത് തേക്കോ എന്തോ. ദൈവം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? ചെയ്യും ചേച്ചിയല്ലേ, പറയാൻ പറ്റൂല. സിന്ദൂരോ? ஆமா, സിന്ദൂര ഞാൻ തൊട്ടുണ്ട്. இது பத்தாது, கொஞ்சம் கூட வேணும். ഒരു മിനിറ്റ്. തൊട്ടോ. இப்பதான் ரொம்ப அழகா இருக்க. ഓക്കെ ആണോ? സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങോട്ട് മാറിയേ. ഇതൂടെ കയ്യിലിട്ടോ. എന്തിനാ? ആരെങ്കിലും ചോദിക്കുവാണെങ്കിലേ അമ്മൂമ്മ തന്നാന്ന് പറഞ്ഞാൽ കിടന്നോട്ടെ. ഓക്കെ. ഇപ്പൊ എന്തായാലും കാണാൻ രഹസ്യമുണ്ട്. അല്ലയാ, അവരുടെ കല്യാണം കഴിഞ്ഞ ഹണിമൂണും കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നുള്ളൂ. അല്ല, പെട്ടെന്ന് എത്തും. പോണില്ലേ? എന്റെ സാരിയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കൂല അമ്മായി. താങ്ക് യു. എന്നാ പിന്നെ പോയിട്ട് വരാവേ. യാത്ര ഒന്നും പറയാൻ നിൽക്കുന്നില്ല, പോയിട്ട് വരാം. പിന്നെ അമ്മൂമ്മേ, ഞങ്ങള് കുഴിപ്പടത്തെ വീട്ടിലും കൂടെ കേറിട്ടാട്ടോ വരത്തുള്ളൂ. ഓ മതി, പതുക്കെ വന്നാ മതി. ഇറങ്ങാം. പിന്നെ പോട്ടെ. അങ്ങോട്ട് നോക്കൂ, ടാസ്ക് വിളിച്ചിട്ടുണ്ട്. നേരെ ചെല്ലുക, വണ്ടി കയറുക, പോവുക. ഓക്കെ. നീ ഞങ്ങൾക്ക് വേണ്ടി വണ്ടിയാകും. ഇത് വണ്ടി കയറി പോയി. അമ്മൂമ്മ കരയാണോ? അവള് സന്തോഷത്തോടെ പോന്ന കണ്ടപ്പോഴേ ഒരു സന്തോഷം. അല്ല സിധു, നമ്മള് 3 പേരും കൂടെ പോകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം എല്ലാം ആണല്ലോ. അപ്പം എനിക്കെന്തോ ഇവരെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീല്. അതെനിക്കും തോന്നിയായിരുന്നു. നമുക്ക് ഇവരെയും കൂടെ കൂട്ടിയാലോ? നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ശരി, വിളിക്കട്ടെ. എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോ, റെഡിയാവ്. വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കല്യാണത്തിന് പോവാം. എല്ലാരും പെട്ടെന്ന് റെഡി ആയിട്ടോ. നമുക്ക് കല്യാണത്തിന് പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം. അത് വേണ്ട, 3 പേരും കൂടെ സന്തോഷമായിട്ട് പോയിട്ട് വാ. അല്ല, അതല്ല അമ്മൂമ്മ, എന്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളല്ലേ. നിങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. നിങ്ങൾ പോയിട്ട് വാന്ന്. നിങ്ങൾ റെഡി ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. അതെ, ഇപ്പൊ നിങ്ങൾ 3 പേരൂടെ പോയിട്ട് വാ. ഇനി അടുത്ത കല്യാണത്തിന് പോകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ചിഞ്ചിന്റെ രണ്ടാം കേട്ടോ, ചേരും കേട്ടോ. പോയിട്ട് വാ. നല്ലൊരു സീനായിരുന്നു, അത് കൊളവാക്കാതെ പോയിട്ട് വരാൻ നോക്കും. ചേച്ചി പോയിട്ട് വാ. ചേച്ചി തിരിച്ചു വരുമ്പോ എനിക്ക് മിഠായി മേടിച്ചോണ്ട് വന്നാ. അല്ല, എന്നാലും നമുക്ക് ഓരെന്നാലും ഇല്ല, പോയിട്ട് വാ. ഒന്നുകൂടെ നിർബന്ധിക്കാം. വേണ്ട, തൂക്കിയെടുത്തോണ്ട് പോ അങ്ങോട്ട്. അപ്പൊ നിങ്ങൾ വരുന്നില്ല? ഇല്ല. പോട്ടെ. സ്നേഹമഴയുടെ
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.